ഹലോ ഫ്രണ്ട്സ്, ഇത് ഡേ 21 ഓഫ് മൈൻഡ്ഫുൾ ഈറ്റ്സ്. രാവിലെ ഞാൻ നട്ട്സും ഡേറ്റ്സുമാണ് കഴിച്ചത്. അതിനുശേഷം ഞാൻ കോൺ കഴിച്ചു. കോണിൽ ഇത്തിരി ബട്ടറും ചില്ലി പൗഡറൊക്കെ ഇട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ മടി എന്നെ സമ്മതിച്ചില്ല. അതിനുശേഷം ഞാൻ പൈനാപ്പിൾ കഴിച്ചു. പൈനാപ്പിൾ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിച്ചു. അതിൻ്റെ ഫ്രണ്ടിൻ്റെ സജഷനായിരുന്നു. അത് സൂപ്പറായിരുന്നു, നല്ല ട്രൈ ആയിരുന്നു. അതിനുശേഷം എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ പട്ടികളെ കണ്ടു. അവർക്ക് ഞാൻ ഇത്തിരി ബ്രെഡൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. എന്നാ എൻ്റെ കളി കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വാങ്ങിച്ചു കൊടുത്തു. ഈ അമ്പലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മീനും ആമയും പശുവും പശുക്കുട്ടികളും എല്ലാം ഉണ്ട്. ഒരു ക്യൂട്ട് അമ്പലമാണത്. എനിക്ക് ഈ പശുക്കുട്ടികളെ കാണാനായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. ഇതേപോലത്തെ കുറേ പശുക്കുട്ടികളുണ്ട്, പക്ഷേ ഇവരൊന്നും അധികം നമ്മുടെ അടുത്ത് വരത്തില്ല. പക്ഷേ എന്നാലും ഞാൻ അവരുടെ അടുത്ത് പോകും, വെറുതെ ജസ്റ്റ് ഫോർ എ ഫൺ. പിന്നെ ഞാൻ അവിടെയുള്ള ആമയ്ക്കും മീനിനൊക്കെ നമ്മളിത്തിരി പൊരി വാങ്ങിച്ചിട്ട് കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിക്കുന്നതൊക്കെ നോക്കിയിട്ട് ഇതിന് അവിടെ ഇരുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര റിലാക്സേഷനായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ ഫ്രണ്ടാട്ടോ എനിക്ക് ഫുഡ് വാങ്ങിച്ചത്. പൊറോട്ട, ഗോബി മഞ്ചൂരിയനും പിന്നെ പൊട്ടറ്റോ കറിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പൊട്ടറ്റോ കറിയും പെറുക്കിയിട്ട് കഴിക്കുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. ഇത് ഈ കടയുടെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഒരു കോമഡി നടന്നു. അവിടെ നിന്ന് പൈനടുത്ത് ഞാൻ എത്രയും ചിലപ്പോൾ പറയാം 500 രൂപയാണ് 2 ചായക്ക്. 1 നിമിഷത്തേക്ക് ഞെട്ടിപ്പോയി. അതുകൊണ്ട് സ്റ്റാർബക്സ് ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നായിപ്പോയി. പിന്നെ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു. ആ ദിവസം അങ്ങനെ എൻഡ് ചെയ്തു. ഓക്കെ, ബൈ, നാളെ കാണാം.